രേണുരാജ് വീണ്ടും വാർത്തകളിൽ നിറയുന്നു. തൊട്ടവനെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രേണുരാജ് വീണ്ടും വരുന്നു. ഉശിരുള്ള പെണ്ണിന്റെ ശബ്ദവുമായി. ലോക വനിതാ ദിനത്തിൽ ഇതുതന്നെയാണ് പറയാനുള്ളതും. ഒരു പെണ്ണായിരിക്കുന്നതിൽ ആനന്ദിക്കണമെന്നും അഭിമാനിക്കണമെന്നും പഠിപ്പിച്ച രേണുരാജിനെ ആരും മറന്നു കാണില്ല. ദേവികുളം സബ് കളക്ടർ രേണുരാജ് IAS വനിതാ ദിനത്തിൽ എടുത്തു പറയേണ്ട പേരുകളിൽ ഒന്നാണ്. പോരാട്ട വീര്യം എന്തെന്ന മലയാളികൾ രേണുവിലൂടെ വീണ്ടും കണ്ടു. രേണുവിന്റെ തന്നെ വാക്കുകളിൽ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തോട് പറഞ്ഞതുപോലെ, ഒരു സിവിൽ സർവന്റ് എന്നതിന്റെ ഒരു ന്യൂനത നമ്മൾ പൊതുമണ്ഡലത്തിലുള്ള ഒരു വ്യക്തിയാണെന്നതാണ്. ആർക്കു വേണമെങ്കിലും നമ്മളുമായി സഹകരിക്കാനും നമ്മളെ ആക്രമിക്കാനും പറ്റും. നമ്മളൊരു പബ്ലിക് ഫിഗറാണെന്നുള്ളത് മറച്ചുവെച്ച് ഒതുങ്ങി നിൽക്കാനാകില്ല. ആഗ്രഹം പോലെ പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഈ ജോലി നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയല്ലെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു രേണുരാജിന്റെ മറുപടി. ജോലി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം വെല്ലുവിളിയും അവസരവുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും പ്രശ്നങ്ങളും സ്വകാര്യമായി എടുക്കുമ്പോഴാണ് വ്യക്തി എന്ന നിലയിൽ തകർന്നു പോകുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഇത്തരം വെല്ലുവിളികളോ പ്രശ്നങ്ങളോ ഒരു വ്യക്തി എന്ന നിലയിലോ സ്ത്രീ എന്ന നിലയിലോ ബാധിക്കാൻ പാടില്ല. അതായിരിക്കണം ഓരോ സ്ത്രീയുടെയും മുന്നോട്ട് പോകാനുള്ള കരുത്ത്. അതാണ് രേണുരാജ് ഓരോരുത്തർക്കും പകർന്നു നൽകുന്നതും. ഒരു സ്ത്രീ അധികാരമുള്ള കസേരയിൽ ഇരിക്കുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയും ഒപ്പം വലിയ അവസരവുമാണ്. ഒരു പെണ്ണല്ലേ ഇരിക്കുന്നത് എന്ന ചിന്തയാണ് പൊതുവെ കണ്ടുവരുന്നത്. എന്തെല്ലാം വിദ്യാഭ്യാസ യോഗ്യതയും കഴിവുമുണ്ടെങ്കിലും സ്വയം തെളിയിക്കാൻ അവൾ നിർബന്ധിതയാകുന്നു. അതിനാൽ തന്നെ ഒരു പെണ്ണായതുകൊണ്ട് താഴ്ത്തിക്കെട്ടേണ്ടതില്ലെന്ന് തെളിയിക്കാനുള്ള അധിക ബാധ്യത സ്ത്രീകളുടെ മേലുണ്ട്. അതാണ് വലിയ വെല്ലുവിളിയായി ഓരോ സ്ത്രീക്കും എപ്പോഴും തോന്നുന്നതും. രേണുരാജ് പങ്കുവച്ചതും ഈ വെല്ലുവിളി തന്നെയാണ്. പല സ്ത്രീകളും ആവർത്തിക്കുന്നതും അതുതന്നെയാണ്. ഇതിന് മാറ്റം വരണം. നമ്മളെ തൊട്ടവരെ ഒരു തരത്തിലും വെറുതെ വിടരുത്. അക്കാര്യത്തിലാണ് വാശി വേണ്ടത്. പുരുഷന്മാരുടെ കൂട്ടത്തിലും 90% പേരും നല്ല ആൾക്കാർ തന്നെയാണ്. സ്ത്രീകളെ ബഹുമാനിക്കുന്നവരും അവർ മുന്നോട്ട് വരണമെന്നും ആഗ്രഹിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരുമാണ്. പക്ഷേ അത്തരത്തിൽ അല്ലാത്തവരുമുണ്ട്. സ്ത്രീകളുടെ ഇടയിലും ഇത്തരം ആളുകളുണ്ട്. രേണുരാജിനെ പോലെ നിരവധി സ്ത്രീകളാണ് വനിതാ ദിനത്തിൽ നിലപാടുകൾ പങ്കുവച്ചു വരുന്നത്. സ്ത്രീകൾ താല്പര്യങ്ങൾ തുറന്നു പറയുന്നത് പുരുഷന്മാർക്ക് ദഹിക്കില്ല. ലൈംഗിക താല്പര്യം തുറന്നു പറയുന്നത് എങ്ങനെയാണ് സമൂഹത്തിന് ദോഷമാകുന്നത്? ഈ ചോദ്യങ്ങളുമായാണ് സംവിധായിക അനിത ഉദീപ വന്നത്. തന്റെ സിനിമയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി സംവിധായിക അനിത ഉദീപ് വരുമ്പോൾ അതും വലിയ ചോദ്യമാണ്. സ്ത്രീകൾ ആഘോഷിക്കുന്നതും ലൈംഗിക താല്പര്യത്തെക്കുറിച്ച് തുറന്നു പറയുന്നതുമെല്ലാം എങ്ങനെയാണ് സമൂഹത്തിന് ദോഷമാകുന്നതെന്ന് അനിത ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഇതുവരെ സമൂഹത്തിന് നൽകാനായിട്ടില്ല. സ്ത്രീകൾ അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും തുറന്നു പറയുന്നത് പുരുഷന്മാർക്ക് ദഹിക്കില്ലെന്നും സ്ത്രീകളുടെ ത്യാഗങ്ങൾ പോലും അവർക്ക് മനസ്സിലാക്കാനുമാകില്ല. സ്ത്രീപക്ഷ സിനിമകൾ എല്ലാം സമൂഹത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവയോ സന്ദേശത്തോടെ അവസാനിക്കുന്നവയോ ആകേണ്ടതില്ല. മോശം കമന്റുകളിൽ വേദനയില്ലെന്നും എന്നാൽ ചിത്രത്തെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകൾ വരുമ്പോൾ വളരെ സന്തോഷമെന്നും അനിത പറയുമ്പോൾ അത് ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഏതായാലും വനിതാ ദിനത്തിൽ ഇതൊക്കെ കൂടിയായിരിക്കണം ചർച്ചയാകേണ്ടത്. രേണുരാജും അനിതയും ഒക്കെ പറഞ്ഞതുപോലെ തൊട്ടവനെ വെറുതെ വിടരുത്. ആ ഒരു ആർജവം ഓരോ സ്ത്രീയും ഈ വനിതാ ദിനത്തിൽ കാണിക്കണം. ജീവിക്കാനുള്ള ധൈര്യം, മുന്നോട്ടുള്ള പോരാട്ടം ഓരോ സ്ത്രീയുടെയും മുന്നിൽ വേണ്ടത് അതുതന്നെയാണ്. വലിയ ആർജവം ഈ വനിതാ ദിനത്തിൽ ഓരോ സ്ത്രീകളും കാണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് രേണുരാജിന്റെയും അനിത ഉദീപിന്റെയും വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.